കുടിയിറക്കപ്പെടുക എന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ജപ്തി കാരണമൊക്കെ റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ അത് വലിയ വാർത്തയാകാറുണ്ട്. അവരെ സഹായിക്കാൻ പലരും അപ്പോൾ ഓടിയെത്തുന്നതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും സ്വന്തം വീടും നാടും വിട്ടുപോകേണ്ട മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഗസയിലെ മനുഷ്യർ അത്തരത്തിൽ ഒരു കൂട്ടരാണ്. ലോകത്തിൻ്റെ മറ്റിടങ്ങളിലെ പലായനങ്ങളിൽ നിന്ന് മാറി ഗസയിൽ പലായനത്തിൽ സ്വന്തം ജീവനോ പ്രിയപ്പെട്ടവരുടെ ജീവനോ പോകുന്ന ദുരന്തം കൂടി കാണേണ്ടി വരികയോ അനുഭവിക്കേണ്ടി വരികയോ കൂടി ചെയ്യുന്നവരാണ് ഗസയിലെ സാധാരണക്കാരായ മനുഷ്യർ. ഇപ്പോൾ ഗസയിൽ നടക്കുന്നതും ഇതേ പലായനം തന്നെയാണ്. ഇസ്രായേൽ എന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രവും അതിൻ്റെ ഭരണാധികാരികളും പതിനായിരക്കണക്കിന് മനുഷ്യരെ തെരുവിലിട്ട് ആക്രമിക്കുകയും കൊന്നുകളയുകയുമാണ്. ഗസ നഗരത്തിലെ സ്ഥിതി ഇപ്പോഴും വളരെ ദുഷ്കരമാണ് എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. കനത്ത പീരങ്കി വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടി ഒരു ജീവിതകാലം കൊണ്ട് സമ്പാദിച്ചത് എല്ലാം ഉപേക്ഷിച്ച് ആളുകൾ പലായനം ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാണാനാവുന്നത്. വടക്കു പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും തെക്കുകിഴക്കൻ ഭാഗത്തു നിന്നും ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നു. രണ്ട് ദിശകളിൽ നിന്നും സൈന്യം മുന്നേറുന്നതോടെ ആളുകളെ മധ്യഭാഗത്ത് സാൻഡ്വിച്ച് ചെയ്യപ്പെട്ട് നഗരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നിർബന്ധപൂർവം തള്ളിവിടപ്പെടുകയാണ്. ഗസ നഗരത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പുറമെ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗസയിലെ ജനങ്ങളെ തളർത്തുന്ന ഒന്നാണ് പലായനം. പലർക്കും ഇത് ആദ്യത്തെയോ രണ്ടാമത്തെയോ തവണയല്ല കുടിയിറക്കപ്പെടേണ്ടി വരുന്നത്. കയറി ചെല്ലാൻ സുരക്ഷിതമായ ഒരു സ്ഥലമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കയ്യിലെടുക്കാവുന്നത് എല്ലാം പാക്ക് ചെയ്ത് നിരനിരയായി പോകുന്ന മനുഷ്യർ വേദനാജനകമായ കാഴ്ചയാണ്. ആരുടെയും ഉള്ളം പിടക്കുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടെന്നറിയാത്ത ഒരു കൂട്ടർ മനുഷ്യരുടെ യാത്ര കണ്ടു നിൽക്കുകയാണ് ലോകം. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ദൈനംദിന സ്ഥിതിവിവരക്കണക്ക് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ടപ്പോൾ ഇന്ന് ഈ സമയം വരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 79 228 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇവരെ ഉപരോധിത പ്രദേശത്തുടനീളമുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുവന്നതായും കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നത്തോടെ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം 65,141 ഉയർന്നു. പരിക്കേറ്റവരുടെ എണ്ണം 1,65,925 ഉയർന്നു കഴിഞ്ഞു. ഇസ്രായേലി ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ കണക്കുകളിൽപ്പെടാത്ത നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാപകമായി അപലപിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ കരാക്രമണം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഉപരോധിക്കപ്പെട്ട ഗസ നഗരത്തിലെ ആശുപത്രികൾ തകർച്ചയുടെ വക്കിലാണെന്ന് ലോകാരോഗ്യ സംഘടന മേധാവി പറയുന്നുണ്ട്. ഈ ആക്രമണം കൂട്ടപലായനത്തിന് കാരണമാകുന്നു. ആഘാതമേറ്റ കുടുംബങ്ങളെ മനുഷ്യാന്തസ്സിന് യോജിച്ചതല്ലാത്ത നിരന്തരം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് തള്ളിവിടപ്പെടുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും ലോകാരോഗ്യ സംഘടനയുടെ മേധാവി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പരിക്കേറ്റവർക്കും വികലാംഗർക്കും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ കഴിയില്ല. ഇത് അവരുടെ ജീവൻ ഗുരുതരമായ അപകടത്തിലാക്കുന്നു. ഈ മനുഷ്യത്വരഹിതമായ അവസ്ഥകൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നു. ലോകാരോഗ്യ സംഘടനയുടെ മേധാവി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ഈ പറച്ചിലുകൾ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് കണക്കാക്കാനാവില്ല. എങ്കിലും പറയാനെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നത് നേരത്തെ ആശ്വാസമെങ്കിലും ആ ജനതയ്ക്ക് നൽകിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്.